12 മുതൽ 18 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ള സസ്യാഹാര പാചകക്കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ പോഷകസമൃദ്ധമായ കുറച്ച് സസ്യാഹാര പാചകക്കുറിപ്പുകൾ തയ്യാറാക്കാൻ നമ്മൾ പഠിക്കും. 1 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾ ക്രമാനുഗതമായി വളരുന്നു. പ്രായത്തിനനുസരിച്ച് അവരുടെ പോഷക ആവശ്യകതകൾ വർദ്ധിക്കുന്നു. ഈ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വിവിധതരം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കൊടുക്കണം. അവർക്ക് ദിവസവും 1010 കിലോ കലോറി ആവശ്യമാണ്. ഒരു കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണത്തിന്റെ അളവ് അവരുടെ പ്രവർത്തനങ്ങളെയും വളർച്ചാ രീതിയെയും ആശ്രയിച്ചിരിക്കുന്നു. വേറെ ഒരു ട്യൂട്ടോറിയലിൽ പൂരക ഭക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ ട്യൂട്ടോറിയലുകൾക്കായി ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. സസ്യാഹാര പാചകക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ആദ്യത്തെ പാചകക്കുറിപ്പ് കവടപ്പുല്ല് ഊത്തപ്പമാണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് താഴെ പറയുന്നവ ആവശ്യമാണ്. 2 ടേബിൾ സ്പൂൺ കവടപ്പുല്ല്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ക്യാരറ്റ് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, 4 തക്കാളി അരിഞ്ഞത്, കൂടാതെ 3 ടീസ്പൂൺ വറുത്ത എള്ള്. ഞാനൊരു ഊത്തപ്പത്തിന് 1.5 ടീസ്പൂൺ എള്ള് ഉപയോഗിക്കും. ഈ പാചകക്കുറിപ്പ് കൊണ്ട് 2 ഊത്തപ്പം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു നുള്ളു ഉപ്പും ആവശ്യമാണ്. ഒപ്പം 1 ടീസ്പൂൺ നെയ്യും. രീതി: കവടപ്പുല്ലും ഉഴുന്നും ഒന്നിച്ച് 8 മണിക്കൂർ കഴുകി കുതിർത്തുക. പിന്നെ അത് മിനുസമുള്ള കട്ടിയുള്ള പേസ്റ്റാക്കി അരയ്ക്കുക. പേസ്റ്റ് അധികം വെള്ളമുള്ളതാകരുത്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടുള്ള സ്ഥലത്ത് 7 മുതൽ 8 മണിക്കൂർ വരെ പുളിക്കാൻ വയ്ക്കുക. മാവ് പുളിച്ചു കഴിഞ്ഞാൽ ക്യാരറ്റ്, തക്കാളി, ഉപ്പ് എന്നിവ ചേർക്കുക. എല്ലാം നന്നായി കൂട്ടിയോജിപ്പിക്കുക. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കുക. 1 സ്പൂൺ മാവൊഴിച്ച് നന്നായി പരത്തുക. ഊത്തപ്പം പകുതി വെന്തു കഴിഞ്ഞാൽ അതിനു മുകളിൽ 1.5 ടീസ്പൂൺ എള്ള് ചേർക്കുക. ഒരു അടപ്പ് കൊണ്ട് മൂടി വീണ്ടും 3 മുതൽ 4 മിനിറ്റ് വരെ വേവിക്കുക. കവടപ്പുല്ല് ഊത്തപ്പം തയ്യാർ. കവടപ്പുല്ല് ലഭ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ ചോളം ഉപയോഗിക്കാം. കൂവരക് അല്ലെങ്കിൽ ചെറുചാമയും ഉപയോഗിക്കാം. രണ്ടാമത്തെ പാചകക്കുറിപ്പ് തിന കൊണ്ടുള്ള കിച്ചടിയാണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് താഴെ പറയുന്നവ ആവശ്യമാണ്. 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ തിന, അരിഞ്ഞ ഉള്ളി 1 ടേബിൾ സ്പൂൺ, തക്കാളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ചെറുതായി അരിഞ്ഞ കോളിഫ്ലവർ ഇതളുകൾ 2 മുതൽ 3 വരെ. നിങ്ങൾക്ക് താഴെ പറയുന്നവയും ആവശ്യമാണ്. ചതച്ച കുരുമുളക് 1/2 ടീസ്പൂൺ, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അയമോദകം, 1 നുള്ളു ഉപ്പ്, ഒപ്പം 1 ടീസ്പൂൺ നെയ്യും. ആദ്യം മുളപ്പിക്കുന്നതിനുള്ള രീതി ഞാൻ നിങ്ങളോട് പറയാം. ഒരു രാത്രി മുഴുവൻ ചെറുപയർ കുതിർക്കുക. അടുത്ത ദിവസം അത് അരിച്ചെടുത്ത് ഒരു നേർത്ത തുണിയിൽ കെട്ടുക. ഇത് 6 മുതൽ 8 മണിക്കൂർ വരെ ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുക. അല്ലെങ്കിൽ മുളകൾ വരുന്നവരെ അങ്ങനെ തന്നെ വയ്ക്കുക. പിന്നീട് ഉപയോഗിക്കാൻ ഈ മുളകൾ മാറ്റിവെക്കുക. അതേസമയം തിന 8 മുതൽ 10 മണിക്കൂർ വരെ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഒരു പ്രഷർ കുക്കറിൽ നെയ്യ് ചൂടാക്കുക. അതിൽ അയമോദകം ഇട്ട് വഴറ്റുക. ഇതിലേക്ക് ഉള്ളി ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റുക. അടുത്തതായി കോളിഫ്ലവറും അരിഞ്ഞ തക്കാളിയും ചേർക്കുക. അവ 2 മുതൽ 3 മിനിറ്റ് വരെ വഴറ്റുക. ഇതിലേക്ക് കുതിർത്ത തിനയും മുളപ്പിച്ച ചെറുപയറും ചേർക്കുക. നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഉപ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, 1 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ 3 മുതൽ 4 വിസിൽ വരെ ഇത് പ്രഷർ കുക്കറിൽ വേവിക്കുക. പ്രഷർ പുറത്തു പോകാൻ അനുവദിക്കുക. കിച്ചടി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. തിന കിച്ചടി തയ്യാർ. തിന ലഭ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് കൂവരകോ അല്ലെങ്കിൽ ചെറുചാമയോ ഉപയോഗിക്കാം. കവടപ്പുല്ലും ഉപയോഗിക്കാം. അടുത്ത പാചകക്കുറിപ്പ് ഗ്രീൻ പീസ് പനീർ കട്ട്ലറ്റ് ആണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് താഴെ പറയുന്നവ ആവശ്യമാണ്. 1/2 കപ്പ് ഗ്രീൻ പീസ്, 1/2 കപ്പ് നുറുക്കിയ പനീർ, 1 ടേബിൾ സ്പൂൺ വറുത്ത കടലമാവ്, ചിരകിയ ബീറ്റ്റൂട്ട് 2 ടേബിൾ സ്പൂൺ, കൂടാതെ ചിരകിയ ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് ഇതും ആവശ്യമാണ്. 1/4 ടീസ്പൂൺ ജീരകം പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി,
ഒരു നുള്ള് ഉപ്പ്, ഒപ്പം 1 ടീസ്പൂൺ നെയ്യും. രീതി: ഗ്രീൻ പീസ് സ്റ്റീമറിൽ 6 മുതൽ 10 മിനിറ്റ് വരെ ആവിയിൽ വേവിക്കുക. പീസ് തണുപ്പിക്കാൻ വെക്കുക. പനീറും പീസും കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക. ഒരു പാത്രത്തിൽ ഈ മാവെടുക്കുക. ഇതിലേക്ക് കടലമാവ്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, മസാലകൾ, ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മാവ് വിഭജിച്ച് അതിൽ നിന്ന് 4 കട്ട്ലറ്റുകൾ ഉണ്ടാക്കുക. ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കുക. കട്ട്ലറ്റ് ഇളം തവിട് നിറമാകുന്നതുവരെ ഇരുവശവും വേവിക്കുക. ഗ്രീൻ പീസ് പനീർ കട്ട്ലറ്റുകൾ തയ്യാറാണ്. നമ്മൾ കാണുന്ന 4-ാമത്തെ പാചകക്കുറിപ്പ് മുളപ്പിച്ച ധാന്യങ്ങൾ വറുത്തത്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് താഴെ പറയുന്നവ ആവശ്യമാണ്: 2 ടേബിൾ സ്പൂൺ പച്ചമുളക്, വെള്ളപ്പയർ മുളപ്പിച്ചത് 2 ടേബിൾ സ്പൂൺ, വെള്ളക്കടല മുളപ്പിച്ചത് 2 ടേബിൾ സ്പൂൺ, തേങ്ങ അരച്ചത് 1 ടേബിൾ സ്പൂൺ, 1/4 ഉള്ളി അരിഞ്ഞത്, ഒപ്പം 1/4 തക്കാളി അരിഞ്ഞത്. താഴെ പറയുന്നവയും ആവശ്യമാണ്: 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, ഒപ്പം 1 ടീസ്പൂൺ നെയ്യും. മുളപ്പിക്കുന്ന രീതി ഈ ട്യൂട്ടോറിയലിൽ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ദയവായി അതേ രീതി തന്നെ പിന്തുടരുക. വ്യത്യസ്ത ചേരുവകൾ മുളപ്പിക്കാൻ വ്യത്യസ്ത സമയമെടുക്കുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് 3 പയർവർഗ്ഗങ്ങളും വെവ്വേറെ കുതിർക്കുക. നമുക്ക് തുടങ്ങാം. മുളകൾ 3 വിസിൽ വരെ പ്രഷർ കുക്കറിൽ വേവിക്കുക. ആവി പോകാൻ അനുവദിക്കുക. പിന്നെ കുക്കറിന്റെ അടപ്പ് തുറക്കുക. ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കുക. ജീരകം ചേർക്കുക. അവ നന്നായി വഴറ്റുക. ഇനി ഉള്ളി ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റുക. ഇതിലേക്ക് തക്കാളി ചേർക്കുക. മൃദുവാകുന്നതുവരെ വേവിക്കുക. വേവിച്ച മുളകൾ, ഉപ്പ്, മസാലകൾ എന്നിവ ചേർക്കുക. 5 മിനിറ്റ് വേവിക്കുക. അവസാനം തേങ്ങ ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മുളപ്പിച്ച മിക്സ് ഫ്രൈ തയ്യാർ. ഈ പാചകങ്ങളെല്ലാം പ്രോട്ടീൻ, മഗ്നീഷ്യം, കാൽഷ്യം, നല്ല കൊഴുപ്പുകൾ എന്നിവയാൽ സമ്പന്നമാണ്. നല്ല ആരോഗ്യം കിട്ടാൻ നിങ്ങളുടെ കുഞ്ഞിന്റെ ദൈനംദിന ഭക്ഷണത്തിൽ ഈ പാചകക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.